ഇന്നൊരു പുതിയ വെറൈറ്റി വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വെറൈറ്റി ആയിരിക്കത്തില്ല, എനിക്ക് പക്ഷേ ഭയങ്കര വെറൈറ്റിയാണ്. എൻ്റെ കുരുട്ട് ബുദ്ധിയിൽ ലേറ്റായിട്ട് തോന്നിയ ഒരു കുബുദ്ധി. വേറൊന്നുമല്ല കേട്ടോ, എല്ലാവരും മൊബൈലും ലാപ്ടോപ്പും ഒക്കെ അൺബോക്സ് ചെയ്യുമ്പം ഞാനും എന്തെങ്കിലുമൊക്കെ അൺബോക്സ് ചെയ്ത് ഹിറ്റാവണ്ടേ. അപ്പോൾ എന്നാൽ പിന്നെ ഒരു അൺബോക്സിങ് അലുവ തന്നെ തീർത്തേക്കാമെന്ന് വിചാരിച്ചു. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് കാണാൻ വന്നപ്പം എന്ത് വാങ്ങിക്കൊടുക്കുമെന്നുള്ള ഡൗട്ടിലായിരുന്നു. പെട്ടെന്നാണ് ഓർമ്മ വന്നത്, നമ്മുടെ കോഴിക്കോട് കിട്ടാത്ത ഹലുവയോ, എന്നാൽ പിന്നെ കോഴിക്കോട് തന്നെ ഒരു ഹൽവ തന്നെ വാങ്ങിച്ച് കൊടുത്തു വിട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടുത്തുള്ള ഹൽവവാല എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ആ കടയിൽ ചെന്നിട്ട് ഞാൻ 2 ഹലുവ മേടിച്ചു. അവരെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാനും വീട്ടിലേക്ക് ഒരു ചെറിയ ബോക്സ് ഹലുവ മേടിച്ചു. ഈ ഹലുവ ഏതാ ടൈപ്പ് ഓഫ് ഹലുവയാണെന്നൊക്കെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. എന്ത് ടൈപ്പ് ഓഫ് ഹലുവയാണെന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല, അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്നാൽ രണ്ടും കൽപ്പിച്ച് ഒരു അൺബോക്സിങ് ഹലുവ തന്നെ ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു നല്ല ബോക്സിലാണ് കേട്ടോ ഹലുവ അവർ പാക്ക് ചെയ്ത് കൊണ്ട് തരുന്നത്. ഇതുപോലെ ജസ്റ്റ് ടേപ്പൊക്കെ ചെയ്ത് നല്ല സീൽഡ് പാക്കിങ് പോലെയാണ്. കാറ്റൊന്നും അങ്ങനെ കയറില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കാറ്റ് കയറിയതായിട്ടുള്ള ഫീലൊന്നുമില്ല. കൊണ്ടുപോയാലും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇത് 2 ടൈപ്പ് ഓഫ് ബോക്സസിലാണ്. ലോങ് കൊണ്ടുപോകുന്നവർക്ക് ഗൾഫിലേക്കും അവിടെയൊക്കെ കൊടുത്തു വിടുന്നുണ്ട് ഈ ഹൽവവാല ഷോപ്പിൽ നിന്ന്. അത് നല്ല രീതിയിൽ സീൽഡ് പാക്ക് ചെയ്ത് കൊടുത്തിടുന്നുണ്ട്. ഈ ഹൽവവാല ഷോപ്പിലുണ്ടല്ലോ കുറേ വെറൈറ്റി ഓഫ് ഹലുവാസ് ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഹലുവ ഞാൻ അവിടെ കണ്ടു, ടേസ്റ്റ് ചെയ്തു. മധുരം ഉള്ളതും തേങ്ങ പീര പോലെ ഉള്ള ഹലുവകളും ഒക്കെ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാന്നുള്ളൂ. അപ്പം ഇതിൻ്റെ സീൽഡ് കവർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അതിനകത്തൊരു പ്ലാസ്റ്റിക് കവർ ഒരു മേളിൽ അടപ്പ് പോലെ വെച്ചിട്ടുണ്ട്. കൂടുതൽ കാറ്റൊന്നും അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇതാണ് എൻ്റെ അൺബോക്സിങ് ഹലുവ. കാലിക്കറ്റ് ആരെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ എങ്ങും പോകേണ്ട, ഹലുവ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുമില്ല. ഈ ഷോപ്പ് നമ്മുടെ കാലിക്കറ്റ് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇനിയും കാലിക്കറ്റ് വിസിറ്റ് ചെയ്താൽ മേടിക്കാൻ മറക്കണ്ട, ഇവിടെ ചെല്ലാം, നല്ല ഹലുവ മേടിച്ച് വീട്ടിൽ പോകാം. വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.